മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ പൂർണ്ണമായും തള്ളി ശിവഗിരി മഠം. സച്ചിദാനന്ദ സ്വാമികളുടെ കാലിൽ തൊട്ട് അദ്ദേഹത്തെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ പോലെ ഒരു സന്യാസി വര്യന്റെ പാദങ്ങളിൽ തൊടാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അത്രയും സന്തോഷമുള്ളത്, മുഖ്യമന്ത്രി ശിവഗിരിയുടെ വേദിയിൽ വെച്ച് സനാതന ധർമ്മത്തെ, ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന വിമർശനം നിലനിൽക്കുന്നതിനിടയിൽ സനാതന ധർമ്മവും ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നത് ശിവഗിരിയുടെ ലോക ഗുരുവായി നമ്മുടെ ഇടയിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ ഋഷിപരമ്പരയിൽ വരുന്ന സച്ചിദാനന്ദ സ്വാമികളാണ്. വേണ്ട രീതിയിൽ പഠിക്കാതെ, അറിവില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് നേരെ സൗമ്യമായി എന്നാൽ അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് സച്ചിദാനന്ദ സ്വാമികൾ സനാതന ധർമ്മവും ചാതുർവർണ്ണയവും തമ്മിൽ ബന്ധമില്ല, ഇത് ബന്ധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ശിവഗിരി മതസൗഹാർദ്ദത്തിന്റെ ശ്രീനാരായണ ഗുരുദേവൻ വിശ്വഗുരുവാണ്, ദൈവാവതാരമായിട്ടാണ് കാണുന്നതെന്നൊക്കെ സച്ചിദാനന്ദ സ്വാമികൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഉയർത്തിക്കൊണ്ടുവന്ന, സഖാവ് പിണറായി വിജയൻ അവർ ഉയർത്തിക്കൊണ്ടുവന്ന നിലപാട് പൂർണ്ണമായും ഡെമോളിഷ്ഡ് ആകുക. എനിക്കതിൽ സന്തോഷം. ഞാനെന്ന് പറയുന്ന സാധാരണക്കാരനൊക്കെ ടിവിയിൽ ഇരുന്ന് പറഞ്ഞ വാദഗതികൾ അതിന്റെ ഒരു കുറെ കൂടെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ഞങ്ങളൊക്കെ പറയുന്ന ലൈനിനോട് ചേർന്നൊരു ലൈനാണ് സച്ചിദാനന്ദ സ്വാമികൾ എടുത്തെന്ന് പറഞ്ഞാൽ എത്ര സന്തോഷം അതിന് പ്രകടിപ്പിച്ചാലും മതിയാവില്ല. സച്ചിദാനന്ദ സ്വാമിയോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിനോട് പ്രണാമം, അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് പ്രണാമം അർപ്പിക്കും. അദ്ദേഹവുമായിട്ട് കഴിഞ്ഞ ഓണത്തിന് ആദരണീയനായ സാദിഖ് അലി തങ്ങൾ അവർ, ക്ലിമിസ് ബാവ സച്ചിദാനന്ദ സ്വാമികളോടൊപ്പം ഓണം ചെലവഴിക്കാനും കൗമുദി ടിവിക്ക് വേണ്ടി അവരുടെ ഓണം ഞാനായിരുന്നു ആങ്കറായി നിന്ന് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ലഭിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ സന്യാസി വര്യന്മാർ. നമ്മുടെ ഇടയിൽ ഹെൽത്തി ഡിബേറ്റ് ഉണ്ടാകും. NSS പറയുന്നതും ശിവഗിരി പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നിരീശ്വരവാദ ലൈനിൽ വിശ്വാസത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്താൽ അതിനെതിരെ ശക്തിയുക്ത നിലപാടെടുക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ്. ഇത് കാണുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഓർക്കണം, യേശു ക്രിസ്തു ഒരു സാമൂഹ്യ പരിഷ്കർത്താവല്ല, ഈശ്വരന്റെ അവതാരമാണ്, ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമല്ല. അദ്ദേഹം മെക്കയെ പരിഷ്കരിച്ചു, അറബ് ദേശങ്ങളെയും ലോകത്തെയും പരിഷ്കരിച്ചു. അദ്ദേഹം പക്ഷെ ആത്മീയമായി ദൈവം പടച്ചവൻ അള്ളാഹു അയച്ചതാണ്. ഈ വിശ്വാസധാരയാണ് നമ്മളെ നയിക്കുന്നത്. അതേപോലെ മനോഹരമായി സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യേശു അങ്ങനെ തപം ചെയ്ത്, മനനം ചെയ്ത്, ധ്യാനം ചെയ്ത് ക്രിസ്തുവായി മാറി, മുഹമ്മദ് അങ്ങനെ നബിയായി മാറി, അതേപോലെ നാരായണൻ ശ്രീനാരായണ ഗുരുവായി മാറി എന്ന്. അപ്പൊ ആ അർത്ഥത്തിൽ ഏറ്റവും, അല്ലെങ്കിൽ ബുദ്ധൻ, സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറി തുടങ്ങിയ ഉദാഹരണങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തള്ളി, മുഖ്യമന്ത്രിയുടെ വാദഗതികളുടെ മുനയൊടിച്ച് അതിനെ പരിപൂർണമായി തള്ളിക്കൊണ്ട് ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമികളെ പോലെ ഏവരും ആദരിക്കുന്ന ഒരു വ്യക്തി മുമ്പോട്ട് വന്നത് വളരെ സന്തോഷകരമാണ്. അത് നിരീശ്വരവാദത്തിന് മേലുള്ള ഈശ്വര വിശ്വാസത്തിന്റെ വിജയമാണ്. കേവല യുക്തിവാദത്തിന് മേലുള്ള ആത്മീയവാദത്തിന്റെ വിജയമാണ്. ഓരോ ആത്മീയവാദിയും വിശ്വാസിയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സന്തോഷിക്കേണ്ട അവസരമാണ്. സച്ചിദാനന്ദ സ്വാമിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ പ്രണാമം അർപ്പിക്കുന്നു. ലോകഗുരുവായി, ദൈവാവതാരമായി, ഭഗവാനായി നമ്മുടെ ഇടയിൽ ജനിച്ച ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.